ഹായ് ഓൾ. ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഒരു 6 എണ്ണമേ ഉള്ളൂ. PSCയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു 6 എണ്ണം മാത്രം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ശ്രുതി തരംഗം. ഈ ശ്രുതി എന്ന് കേൾക്കുമ്പോഴേ അറിയത് കേൾവിയുമായി ബന്ധപ്പെട്ടതാണെന്ന്. അപ്പോഴിങ്ങനെ ഓർക്കുക, ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ചെവിക്കകത്തുള്ള കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ശ്രുതി തരംഗം. 3 വയസ്സുവരെയോ 5 വയസ്സുവരെയോ ഉള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. അതോടൊപ്പം വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക്. രണ്ടാമത് നിരാമയ, അംഗപരിമിതർക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്നത്. അതായത് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടും. മൂന്നാമതായി വയോമധുരം. വയോ എന്ന് കേൾക്കുമ്പോഴേ അറിയാതെ വൃദ്ധജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ മധുരം, ഗ്ലൂക്കോസ് എന്ന് ഓർക്കുക, ഗ്ലൂക്കോമീറ്ററായി കണക്ട് ചെയ്യുക. ഗ്ലൂക്കോമീറ്റർ എന്താണ്? നമ്മുടെ ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്ന സാധനമാണ് അല്ലേ. അപ്പം വൃദ്ധജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് കൊടുക്കുന്നു. 60 വയസ്സിന് മുകളിലായിരിക്കണം, BPL വിഭാഗത്തിൽ പെട്ടവരായിരിക്കണം. നെക്സ്റ്റ് വൺ മിഠായി. മിഠായി പദ്ധതി റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. കുട്ടികൾക്കിടയിൽ വരുന്ന പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ മിഠായി എന്ന് പറയുന്നത്. അത് കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണ്. ഇനി മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി എന്താണ്? ഒത്തിരി ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ്. എന്താണ് സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ബ്രാൻഡ് അംബാസഡർ ചോദിക്കും, മോഹൻലാലാണ്. അടുത്തത് സുഹൃതം. സുഹൃതത്തിൻ്റെയോ? കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. ഒന്നാമത്തേത് ശ്രുതി തരംഗം, കുട്ടികളിലെ ബധിരരായ കുട്ടികൾക്ക് ശ്രുതി തരംഗം, കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. 2 നിരാമയ, അംഗപരിമിതർക്ക്. വയോമധുരം, വൃദ്ധജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നത്. മിഠായി, കുട്ടികൾക്ക് വരുന്ന പ്രമേഹ രോഗം വരുമ്പോൾ അതിന് ധനസഹായം നൽകുന്ന പദ്ധതി. പിന്നെ മൃതസഞ്ജീവിനി അവയവദാന പദ്ധതി, അതുപോലെ തന്നെ സുഹൃതം, ക്യാൻസർ ചികിത്സാ പദ്ധതി. വളരെ എളുപ്പമാണ്. ഇത്രയും നന്നായി പഠിക്കുക, മാർക്ക് ഉറപ്പിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.